ഓം ശാന്തി. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസ. പതാക കിട്ടി. ഗ്രൂപ്പിൽ പതാക രണ്ട് ക്ലാസ് ഒരു നേരത്തെ വണ്ടി എടുക്കേണ്ടത് ഏഴേമുക്കാലിറങ്ങി അപ്പോഴേക്കും വാടി. ഓം ശാന്തി. പ്രഭാത മുരളി 15/8/2022. मीठे बच्चे, तुम हो ईश्वर के एडॉप्टेड बच्चे। तुम्हें पावन दुनिया का वर्षा लेना है। यह अंध का समय है, इसलिए पवित्र जरूर बनना. ഇന്ന് ബാബ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈശ്വരന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ പാവനമായി മാറി പാവന ലോകത്തിന്റെ സ്വത്ത് നേടണം. ഇത് അന്തിമ സമയമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പാവനമായി മാറും. ഇന്ന് ബാബ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നമ്മൾ ഈശ്വരന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. നമ്മൾ പാവനമായി മാറി പാവന ലോകത്തിന്റെ സ്വത്ത് നേടണം. ഇത് അവസാന സമയമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പവിത്രമാണ്. ചോദ്യം: ഈ സമയത്തെ മനുഷ്യർക്ക് ഊണ്ട് പക്ഷി കാ ടൈറ്റിൽ ദേ സക്തേ ഹൈ ക്യോ? ഈ സമയത്തെ മനുഷ്യർക്ക് ഒട്ടകപക്ഷി എന്ന് വിളിക്കാം. ഈ സമയത്തെ മനുഷ്യരെ ഒട്ടകപക്ഷി എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാം. അതെന്തുകൊണ്ടാണ്? क्योंकि ऊंट पक्षी जो होता उसे कहो उड़ो तो कहेगा पंख नहीं मैं ऊंट. എന്തുകൊണ്ടെന്നാൽ ഒട്ടക പക്ഷിയോട് പറയാണ്, നീ പറക്ക് എന്ന് പറഞ്ഞാൽ പറയും, അയ്യോ എനിക്ക് ചിറകില്ല, ഞാനൊരു ഒട്ടകം. ബോലോ അച്ഛാ സാമാൻ ഉടാവോ തോ കഹേഗ മേ പക്ഷി. എന്നാ ശരി, നീ കുറച്ച് സാധനങ്ങളൊക്കെ ചുമ. അപ്പൊ പറയും, അയ്യോ ഞാനൊരു പക്ഷി. ഐസേ ഹി ആജ് കെ മനുഷ്യോം കി ഹാലത്ത്. അതാണ് ഇക്കാലത്തെ മനുഷ്യരുടെ അവസ്ഥ. जब उनसे पूछा जाता तुम अपने को देवदावत की बजाय हिंदू क्यों कहलाते हो, तो कहते देवदाയം तो पावन है हम पतित. ഇക്കാലത്തെ മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ദേവത എന്ന് പറയുന്നതിന് പകരം എന്തിനാണ് ഹിന്ദു എന്ന് പറയുന്നത്? അപ്പോൾ പറയും, ദേവതകൾ പാവനമാണ്, ഞങ്ങള് പതിതൻ. ബോലോ അച്ഛ അപ്പൊ പതിതസെ പാവൻ ബനും തോ കഹേങ്കെ പുരുഷത്തെ. എന്നാ ശരി, നിങ്ങൾ പതിതരിൽ നിന്നും പാവനമാകണം. അപ്പൊ പറയും, അയ്യോ നമുക്ക് സമയം. माया ने पवित्रता के पंख ही काट दिए हैं, इसलिए जो कहते हमें फुर्सत नहीं वही है ऊंट പക്ഷി. മായ പവിത്രതയുടെ ചിറകെല്ലാവരുടെയും കുറിച്ചു കളഞ്ഞു, അതുകൊണ്ട് സമയമില്ല എന്ന് പറയുന്നവര് ഒട്ടക പക്ഷികളാണ്. തും ബച്ചംകോ ഊंट പക്ഷി നഹി ബനന. ബാബ പറയണ, എന്റെ കുട്ടികള് ഒട്ടക പക്ഷിയാണ്. അതായത് ഒഴിവ് കഴിവ് പറയരുത്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി. അതാണ് ഒഴിവ് കഴിവ് പറയുന്നവർ. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. ഏത് കൃഷ്ണ ആരാണിത് പറഞ്ഞത്? അപ്പനേസെ പ്രശ്ന പൂച്ചനാഹി. നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. ഓമക്ക അർത്ഥ മനുഷ്യനെ അനേക പ്രകാരം ബനായ. ഓമിന്റെ ആ വാക്കിന്റെ അർത്ഥം മനുഷ്യര് അനേക പ്രകാരം. അകാരം, അകാരം, അകാരം. ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർ അല്ലെ, സദോ രജോ തമോ, ഇങ്ങനെയൊക്കെ അവര് പല പല പ്രകാരത്തിലാണ്. ബാബ കഹനേസെ ഏക സെക്കൻഡമേ വർഷക്ക അധികാരി ബൻ. നമ്മൾ ഇവിടെ ഓമിനെ ഒന്നും വിശ്ലേഷണം ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഈശ്വരനെ ബാബ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് അച്ഛാന്ന് വിളിച്ചാൽ അധികാരി. ബച്ച പൈത ഹുവ കഹെങ്കി വാരിസ് പൈത. ഒരു പുത്രൻ ജനിക്കുമ്പോൾ അച്ഛൻ എന്ത് പറയും? എന്റെ അവകാശി പറഞ്ഞു. ആ നിമിഷം അവകാശി. ഒരു സഗീർസെ ബാലിക് ഹോത്ത. പിന്നെ ബാല്യത്തിലേക്ക് കടക്കാണ്, ശൈശവത്തിൽ. യഹാംബി ഐസെ. ഇവിടെ അങ്ങനെയാണ്. ബാബക്കോ ജാന പഹജാന അവർ വർഷക്ക മാലിക്. ബാബയെ നമ്മൾ അറിഞ്ഞു, ബാബയെ നമ്മൾ തിരിച്ചറിഞ്ഞു. പരമാത്മാവാണ്, ഇത് നമ്മുടെ യഥാർത്ഥ അച്ഛന്. അവരുടെ സമ്പത്തിന്റെ അധികാരി. യഹം തത്വം ബെഡേ ഹോഹി. പക്ഷെ ഇവിടെ നമ്മളെ ശൈശവം, ബാല്യം, കൗമാരം അങ്ങനെയൊന്നും. നമ്മള് വലിയവരായിട്ടാണ് ബാബയുടെ കുട്ടി ആയത്. ആത്മാക്കോ ബാബുക്കാ പരിചയമില്ല, സെക്കൻഡുമേ ബാബുക്കാ വർഷമില്ല. ആത്മാവിന് ബാബയുടെ പരിചയം കിട്ടിയാൽ ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മള് സമ്പത്തിന് അധികാരിയായി, സമ്പത്ത് കിട്ടി. ബച്ച പൈത ഹോനേസേ ഹി സംശയെങ്കിൽ ബാക്കി ജായ്ദാദക്ക വർഷം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അറിയാം അച്ഛന്റെ സ്വത്തിന് അവകാശി ജനിച്ചിരിക്കുകയാണ്. ഏഹ് ബേഹത്ത് കപ്പ. ഇത് പരിധിയില്ലാത്ത അച്ഛൻ. ഈ പരിധിയില്ലാത്ത അച്ഛൻ നമുക്ക് ജന്മം നൽകുന്നത് ജ്ഞാനത്തിലൂടെയാണ്. കഹത്തെ ഹേ ഹേ ബച്ചെ ആത്മാനെ ജാന ബാപ്പായ.
ബാബ ബ്രഹ്മാവിൽ വന്നിട്ട് വിളിക്കുകയാണ് എന്റെ കുട്ടികൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാബ വന്നിട്ട്, അച്ഛൻ വന്നിട്ട്, അത് അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞു. വീട്ടിൽ പോകേണ്ട സമയമായെന്ന് തിരിച്ചറിഞ്ഞു. പുതിയ ലോകം വരുമെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു. തും ബച്ചേ ജനത്തെ ഹോ ഹം ബാബസെ കൽപ്പ് കൽപ്പ് രാജധാനി ലേത്തെ. കുട്ടികളായി നമുക്കറിയാം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മള് കൽപ്പകൽപ്പങ്ങളെയും ബാബയിൽ നിന്ന് സ്വത്തെടുത്തിട്ടുണ്ട്. ജയ്സെ തും സെക്കൻഡുമേയും വിശുക്കെ മാലിക് ബഞ്ചാത്ത്. ഇതുപോലെ നമ്മള് ഒരു സെക്കൻഡിലാണ് വിശുദ്ധന്റെ അധികാരിയാകുന്നത്. ഓം മാന അഹം മേം ആത്മാ യഹ് മേരാശി. ഇനി ആദ്യം പറഞ്ഞ ആ ഓം, ബാബ പറഞ്ഞു ഇതിൽ ഇത്ര വലിച്ചുകൊണ്ടിട്ട കാര്യമൊന്നുമില്ല. ഓം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവ് അല്ലെ, ഇത് എന്റെ ശരീരം, അത്രേ ഉള്ളൂ. ഞാൻ ആത്മാവ്, എന്റെ ശരീരം. ആളുകൾ എന്താ പറയുന്നത്? എന്റെ ആത്മാവ്. നമ്മൾ എന്താ പറയുന്നത്? ഞാൻ ആത്മാവ്, എന്റെ ശരീരം. ആളുകൾ പറയും എന്റെ ആത്മാവ്, അപ്പൊ അതിനർത്ഥം ഞാൻ ഈ ശരീരമാണ്. ഞാൻ മരിക്കുമ്പോൾ എന്റെ ആത്മാവാണ്. അപ്പൊ ഞാൻ ആരാണ്? അസത്, ദേഹം. നമ്മൾ ബാബ സത്തിലേക്ക് പോകും, നമ്മൾ ആത്മാവ്. മെയിം ആത്മാ കിസ്കാ ബച്ച. ഞാൻ ഈ ആത്മാവ് ആരുടെ കുട്ടിയാണ്? പരമാത്മ, ഈശ്വരന്റെ, പരമാത്മാവ്. ബാബ ബി കാത്തേഹെ മേം ഓം പരം ആത്മാ. ബാബയും ഓംനെ പറയുള്ളൂ, ഞാൻ പരമമായ ആത്മാവാണ്. മുझे अपना ശരീർ നഹി. ബാബ പറയാണ് എനിക്ക് എന്റെ ശരീരം ഇല്ല. മുझे अपना ശരീർ നഹി ഹെ. കിतनी सहज बात है. ഇതൊക്കെ മനസ്സിലാക്കാൻ എത്ര എളുപ്പമുള്ള കാര്യം. എല്ലാവരും ഓങ്കാര സ്വരൂപം. ഓം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഉണ്ട്. 3 കാലവും 3 ലോകമുള്ള ഒരു പ്രകാശബിന്ദു, അതിന്റെ അറിവുള്ള ഒരു പ്രകാശബിന്ദു, അത്രേ ഉള്ളൂ. എല്ലാ അറിവും ആത്മാവിലുണ്ട്. അറിവുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പ്രകാശബിന്ദു. അവർ അങ്ങനെ കോടാനുകോടി പ്രകാശബിന്ദുക്കൾ. അതിലൊന്ന് പരമമായ ആത്മാ. കുറെ പേര് മഹാൻ ആത്മാക്കൾ, കുറെ പേര് പുണ്യാത്മാക്കൾ, കുറെ പേര് ധർമാത്മാക്കൾ, കുറെ പേര് ദേവാത്മാക്കൾ, കുറച്ചുപേര് പാപാത്മാക്കൾ. ബാബ പറയാണ് ഞാനൊരു പരമാത്മാവ്. ബാബ എത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. ബഹു സമചിത്തേഹേ ഓം മാന ഭഗവാൻ തോ സബ് ഭഗവാൻ ഹോ ഗയ. അവര് പറയുന്നത് ഓം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അപ്പോൾ എല്ലാം ഭഗവാൻ. ഭഗവാൻ തോ ഹൈ ഹി ഏക്. പക്ഷെ എല്ലാം ഭഗവാൻ അല്ല, ഭഗവാൻ ഒന്നേകും. ബഹു കാത്തെ മേം തുമാര ബാപ്പ്. ആ ഭഗവാൻ പറയാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. പരം ആത്മാ മാന പരമാത്മാ ജിസ്കോ സാരി ദുനിയ പുകാർത്തി ഹേ പതിത് പാവന. പരമമായ ആത്മാവ്, അതാണ് പരമാത്മാവ്. ഈ ലോകം മുഴുവൻ പതിത പാവന വരൂ എന്ന് പറഞ്ഞു വിളിക്കുന്നത് പരമാത്മാവിനെ. ഇപ്പൊ ബാബ പറഞ്ഞു എല്ലാവരും പരമാത്മാവാണെങ്കിൽ പിന്നെ ആരും പതിതമാണ്, ആരും വിളിക്കേണ്ട കാര്യം, ആരും വരാനില്ല. ऐसे कोई भी नहीं कहेंगे कि परमपिता परमात्मा की आत्मा मेरे द्वारा तुमको राजयोग सिखलाती. പരംപിത പരമാത്മാവ് ഇപ്പോൾ എന്നിൽ വന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കും. ബാബ പറഞ്ഞു അങ്ങനെ ആർക്കും പറയാൻ പറ്റും, അല്ല അങ്ങനെ കൃഷ്ണനൊന്നും പറയാൻ പറ്റും. കിസ്കോ പദാഹി നഹി ഹെ ന മാലൂം ഹോനെ കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ കാ നാം ലിഖ് ദിയ. ബാബ പറഞ്ഞു പിന്നെ എങ്ങനെ ഈ ജനിക്കാത്തവൻ വന്നു, എങ്ങനെ പഠിപ്പിച്ചു? ജനിക്കാത്തവനാണ് പഠിപ്പിച്ചതെന്ന് ഗീതയിൽ എഴുതി വെച്ചു. അത് ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തു? ദ്വാപരത്തില് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആരെങ്കിലും ഒരാൾ ഭഗവാനാക്കണം, ഉള്ള ഏറ്റവും നല്ല ആളെ പിടിച്ച് നീ ഭഗവാനായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഉസ്നെ രാജയോഗ സിഖലായ വാ പതിത് പാവൻ ഉസ്കോ കഹനഹിയ സക്തി. ബാബ പറഞ്ഞു പതിത പാവനാന്ന് ശ്രീകൃഷ്ണൻ വിളിക്കാൻ പറ്റില്ല, നരക വൈദ്യെന്ന് ശ്രീകൃഷ്ണൻ വിളിക്കാൻ പറ്റില്ല. അപ്പൊ രാജയോഗം പഠിപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. വഹത്തോഹേ സ്വർഗത്ത പഹല. പിന്നെ ശ്രീകൃഷ്ണ ആരാണ്? പിന്നെ ശ്രീകൃഷ്ണ അപ്പലുണ്ട്, ശ്രീകൃഷ്ണ പടം ഉണ്ടല്ലോ. അപ്പൊ ബാബ പറയാണ് അത് സ്വർഗത്തിന്റെ ആദ്യത്തെ രാജകുമാരനാണ്. जो पहले में है वह पिछाड़ी में भी होगा, इसलिए उनको श्याम सुंदर पद. ആദ്യം വന്ന ആള് അവസാനമുണ്ട്. ആദ്യം നല്ല വെളുത്ത വന്നവൻ അവസാനം കറുത്തുപോയി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് ശ്യാമ സുന്ദരൻ. പരമാത്മാവിനെ എന്ത് വിളിക്കും? അതേ നാണയത്തിൽ പരമാത്മാവിനെ എന്ത് വിളിക്കും? ശ്രീകൃഷ്ണൻ നമ്പർ 1 പ്രിൻസ്, അല്ലെങ്കിൽ നമ്പർ 2 ഭഗവാന് അടുത്ത ആള് ശ്യാമസുന്ദരനാണെങ്കിൽ ഭഗവാൻ ആരാണ്? ശ്യാമനെ സുന്ദരനാക്കുന്നവൻ, പതിത പാവനൻ. പഹലെ നമ്പർ में है ശ്രീകൃഷ്ണ ഒരു 84 ജന്മം के बाद उनका नाम ब्रह्म एडॉप्ट होता. ആദ്യ നമ്പറിലെ പേരാണ് ശ്രീകൃഷ്ണൻ. 84 ജന്മങ്ങളുടെ അവസാനം ആ പേരിടാണ് ബ്രഹ്മ. ബാബ ആക്കർ ബച്ചം കോ എഡോപ്റ്റ് കർത്തെ. പരമാത്മാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? കുട്ടികളെ ദത്തെടുക്കും. ആദ്യം ബ്രഹ്മാവിനെ ദത്തെടുത്തു, പിന്നെ നമ്മളെ. തും ഹോ എഡോപ്റ്റഡ് ബച്ച് ഈശ്വരന്റെ ബച്ച്. നമ്മളിപ്പോൾ ഈശ്വരന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. തുമാരി മാംബിഹെ ബാബിഹെ പ്രജാപിതാബിഹെ. നമുക്ക് അമ്മയുമുണ്ട്, അച്ഛനുമുണ്ട്, പ്രജാപിതാവുമുണ്ട്. ഒരു ബാബ കാത്തേഹെ എനിക്ക് മുഖ്സെ കാത്താഹും മേരെ ബച്ച്. ബാബ ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ നമ്മളോട് പറയാണ് നീ ആത്മാവാണ്, നീ എന്റെ കുട്ടിയാണ്. തും കഹത്തെ ഹോ ബാബ ഹം ആപ്കെ ഹി ആപ്സെ വർഷ ലേനെ ആയേ. നമ്മൾ തിരിച്ചെന്താ പറയുന്നത്? ബാബ ഞാൻ അങ്ങയുടെ കുട്ടിയാണ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങയുടെ സ്വത്ത് എടുക്കാനാണ്. ബുദ്ധി ബി കാത്തേഹെ ബാബ് ആത്താ ജരൂർ.
തീർച്ചയായിട്ടും ഈശ്വരൻ ഭൂമിക്ക് വരുമെന്ന് ബുദ്ധി പറയുന്നുണ്ട്. കബ് ആദ്യ യഹ്ബി വിചാർ കി ബാത് ഹൈ. അപ്പോൾ ഈശ്വരന്റെ കർത്തവ്യം എന്താണ്? ഈശ്വരൻ എപ്പോൾ വരും? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. कहते हैं पतित पावन आओ तो जरूर പതിത ദുനിയ കാ അന്ത് ഹോ തബ് തോ ആവുന. പതിത പാവൻ എന്ന് പറയുമ്പോൾ, വരാൻ പറയുമ്പോൾ ബാബ പറഞ്ഞു പാവന ലോകം സ്ഥാപിക്കും. അപ്പോൾ പതിത ലോകത്തിന്റെ അവസാനമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. വരേണ്ടത് പതിത ലോകത്താണ്. പതിത ലോകത്തെ പാവനമാക്കേണ്ട സമയത്തെ വരാൻ പറ്റൂ. ഇപ്പൊ ദ്വാപരത്തിൽ ബാബ വന്നാലോ? ബാബനോ ദ്വാപരം കഴിഞ്ഞാൽ കലിയുഗം വരും, ഒന്നുകൂടി പതിതമായ ലോകം. അപ്പൊ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? കലിയുഗത്തിന്റെ അവസാനമാണ് ബാബയ്ക്ക് വരേണ്ടത്. ഇസ്കോ കഹാ ജാത്താ ഹെ കൽപ് കി ആദി ഔർ അന്ത് കാ സംഗം. ഈ സമയത്താണ് പറയുന്നത് കൽപ്പത്തിന്റെ ആദിയുടെയും അവസാനത്തിന്റെയും സമയമാണിത്. അന്തമേം സബ് പതിതഹേ ആദിമേം സബ് പാവൻ. അന്ത്യത്തിൽ എല്ലാം പതിതമാണ്, ഇരുട്ടാണ്. ആദിയിൽ എല്ലാം പാവനമാണ്, വെളിച്ചമാണ്. അപ്പോൾ ആ ഇടവേളയ്ക്കാണ് പറയുന്നത് അമൃതവേള, ബ്രാഹ്മമുഹൂർത്തം അല്ലെ? ആ രാത്രിയിൽ ശിവൻ വന്നിട്ട് അമൃത വിളമ്പാണ്. അന്തമേം പതിത ദുനിയാക്ക വിനാശ് ഹോത്താഹെ പാവൻ ദുനിയാക്കി സ്ഥാപന ഹോത്തി. അവസാനം പതിത ലോകത്തിന്റെ വിനാശം നടക്കും, പാവന ലോകത്തിന്റെ സ്ഥാപനം നടക്കും. അതിനിടയില് ബാബ വന്നിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു 100 വർഷം വേണം നമ്മൾ നന്നാക്കിയെടുക്കാൻ. ഒരു വൃത്തിപ്പാത്തെ അത്തേക്ക് ബാബ പറഞ്ഞു ഇത് പിന്നെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. പുതിയ ലോകം വന്നാൽ അതങ്ങ് വലുതായിക്കോളും, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗായാബി ജാത്താകെ ബ്രഹ്മദ്വാര സ്ഥാപന എതിർക്കുന്നു. മഹിമയുണ്ട് ബ്രഹ്മാവിലൂടെ സ്ഥാപനം. ഇതാണ് ത്രിമൂർത്തികളെ കാണിച്ചിരിക്കുന്നത്. തും ജനതേഹോ ശിവബാബക്കെ ബച്ചേ സബ് പ്രദേശ്. നമുക്കറിയാം എല്ലാവരും ശിവബാബയുടെ കുട്ടികളാണ് ആത്മഭാവത്തിൽ. അപ്പോൾ എല്ലാവരും സഹോദരങ്ങളാണ്. ഒരു ജബ് രചന ഹോത്തേക്ക് തബ് ഭായി ബഹൻ ബനത്തെ. പിന്നെ രചന നടത്തുമ്പോഴാണ് ഭായി ബഹനാകുന്നത്. മാതാപിതാക്കളെ മാതാപിതാവിന് എന്തുകൊണ്ട് പറയുന്നു? ഭവിഷ്യ വർഷ ലേനക്കേലി, ഭാവിയിലെ സ്വത്തെടുക്കാൻ വേണ്ടിയാണ്. ലൗകിക വർഷ ഹോത്തേഹുയെ പാരലൗകിക വർഷ പാനേക്ക പുരുഷാർത്ഥ. ലൗകിക സ്വത്ത് നമുക്കുണ്ടെങ്കിലും ആ പാരലൗകിക സ്വത്ത് നേടാനുള്ള പുരുഷാർത്ഥം നമ്മൾ ചെയ്യാണ്. യഹ് കലിയുഗ മൃത്യു. ഈ സമയം ബാബ പറയണത് ഇത് കലിയുഗമാണ്, ഇത് മൃത്യുലോകമാണ്. മൃത്യു അവസാനം എന്താണ്? താണ്ഡവ നൃത്തമാണ്. സത്യക്കോ അമരലോകത്താകെ വരാൻ പോകുന്ന ലോകം ഈ മൃത്യുലോകത്തിന്റെ മൃത്യു കഴിഞ്ഞാൽ പിന്നെ അമരലോകം, അവിടെ മരണഭയം ഉണ്ടാവില്ല. യഹന്തോ മനുഷ്യ അകാലെ മാർപ്പെടുത്തെ. ഇവിടെയാണെങ്കിലോ അപ്രതീക്ഷിതമായിട്ടാണ് മനുഷ്യർ മരിക്കുന്നത്. സത്യവിഹി ദൈവീ ദുനിയ. സത്യവും എന്ന് പറയുമ്പോൾ അത് ദൈവിക ലോകമാണ്. ആദി സനാതൻ ദേവീ ദേവതാ ധർമ്മരഹത്താഹി. ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് അവിടെ. ഹിന്ദു ധർമ്മത്തോ പോയി ഹായ് നഹി. കാരണം ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന ഇല്ല. ഒരു ധർമ്മം ഉണ്ടെങ്കിൽ ധർമ്മസ്ഥാപകനും ധർമ്മഗ്രന്ഥവും ഉണ്ടാവും. സ്വാഭാവികണ്ട് ഹിന്ദു ധർമ്മം ആര് സ്ഥാപിച്ചു, എന്ന് സ്ഥാപിച്ചു? ധർമ്മഗ്രന്ഥം, നിയമങ്ങൾ പറയും. അപ്പൊ ബാബ പറയണം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ധർമ്മം ഇല്ല. സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ പേര് മാറിയതാണ് ഹിന്ദു. ആദംശുമാരി ജബ് നികഴ്ത്തിത്തോ പൂച്ചത്തെ ആപ്കെ ധർമ്മത്തെ. പക്ഷെ ഈ കണക്കെടുക്കാൻ വരുന്നവരുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട്, അപ്പൊ അവര് ചോദിക്കും നിങ്ങളുടെ ധർമ്മം ഏതാണ്? ഹം കാത്തെ ഹം ബ്രാഹ്മൺ ധർമ്മക്കെ തോ വോ ലോഗ് ഹിന്ദു ധർമ്മമേ ലഗാത്തെ. അപ്പൊ നമ്മള് ജ്ഞാനം കൊണ്ട് പറയും ഞങ്ങൾ ബ്രാഹ്മണൻ. അപ്പൊ അവര് ശരി ഹിന്ദു എന്ന് പറഞ്ഞൊരു ടിക്ക്. കാര്യം ബ്രാഹ്മണര് ഹിന്ദുക്കളാണ്. അപ്പൊ നമ്മൾ ബ്രാഹ്മണരാണ് ഒരു പുതിയ ജാതി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കണക്കിലെടുപ്പിൽ അതൊന്നും ഉണ്ടാവില്ല. ആര്യ സമാജി ലോക് ജോഹെ ഉൽപ്പോ ഹിന്ദു ധർമ്മമേ ലഗാതെയ. ആര്യ സമാജികളുണ്ട്, അവരെ ഹിന്ദു ധർമ്മത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. വാസ്തവമേ ഹിന്ദു ധർമ്മത്തോ കൊയ് ഹൈനഹി. യഥാർത്ഥത്തിൽ ബാബ പറയണം ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന ധർമ്മമില്ല. യൂറോപ്പമേം രഹനെ വാലോക്കോ യൂറോപ്പ് ധർമ്മവാലത്തോടെ അങ്ങനെയാണെങ്കിൽ ബാബ പറഞ്ഞു ഹിന്ദുസ്ഥാനത്തിൽ, അതായത് സിന്ധു നദിക്ക് ഇപ്പുറം ജീവിക്കുന്നവരൊക്കെ ഹിന്ദുക്കളാണെങ്കിൽ യൂറോപ്പിൽ താമസിക്കുന്നവര് യൂറോപ്യൻ ധർമ്മക്കാരെന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദു ധർമ്മക്കാരെന്ന് പറയുന്ന പോലെ അവരെ യൂറോപ്യൻ ധർമ്മക്കാര്, അറബി ധർമ്മക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. ബാബ പറയണം അങ്ങനെ പറയാറില്ലല്ലോ. ധർമ്മത്തോ ക്രിസ്ത്യൻ ഹേ, അവരുടെ ധർമ്മം ക്രിസ്ത്യൻ ധർമ്മം എന്നല്ലേ പറയുള്ളൂ. ക്രൈസ്റ്റിനെ ക്രിസ്ത്യൻ ധർമ്മ സ്ഥാപനം അതാര് സ്ഥാപിച്ചു? ക്രിസ്തു സ്ഥാപിച്ചു. അച്ഛാ ഹിന്ദു ധർമ്മ ക്രിസ്ത്യൻ സ്ഥാപിച്ചു. ശരി, ആ കണക്ക് നോക്കുമ്പോൾ ഹിന്ദു ധർമ്മം ആര് സ്ഥാപിച്ചു? തോ വിചാരെ മുഞ്ചുപടി. അപ്പോൾ ആളുകൾ കൺഫ്യൂസ്ഡ് ആകും. കഹദേത്തെ ഗീതാദ്വാര സ്ഥാപന. പിന്നെ ആളുകൾ ഒരു ഉത്തരം കണ്ടെത്തുന്നത് എന്താണ്? ഗീതയിലൂടെ സ്ഥാപനമാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ അഹിന്ദു പറയും, അർജുനൻ അല്ലെ, അപ്പൊ ഇവര് ഹിന്ദുക്കളായിരുന്നു. അപ്പൊ ബാബ പറയണം പിന്നെ പറയാം വേദത്തിൽ പൂർവ്വ ഋഷികള് ഏത് ജാതിക്കാരായിരുന്നു. അപ്പൊ ബാബ പറയണം അതൊന്നും നിൽക്കാത്ത വാദങ്ങളാണ്. तो समझाया जाता है गीता के द्वारा तो आदि सनातन देवी देवता धर्म की स्थापना हुई. ബാബ പറയാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഭഗവത്ഗീതയിലൂടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം നടന്നു. തും തോ ദേവതാ ധർമ്മത്തിൽ, നമ്മൾ യഥാർത്ഥത്തിൽ ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ട അഭിമാനത്തോടുകൂടി പറയും. പക്ഷെ അത് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് അതിന്റെ ക്വാളിറ്റി ഇല്ല. ഞാൻ ദേവത എന്ന് പറയാനുള്ള ക്വാളിറ്റി ഇല്ല. ദേവത എന്ന് പറയണമെങ്കിൽ
ദിവ്യയിൽ ആത്മപ്രകാശത്തിൽ ജീവിക്കും. വികാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സമ്പൂർണ്ണ നിർവികാരിയായിരിക്കണം. ദുഃഖം ഉണ്ടാകാൻ പാടില്ല. മരണഭയം ഉണ്ടാകാൻ പാടില്ല. മോഹമൊക്കെ എപ്പോഴും നല്ല പുഞ്ചിരിച്ചിരിക്കണം. ചിത്തം നല്ല പുഞ്ചിരിയോടുകൂടി ഇരിക്കണം. ഇതൊന്നുമില്ലാണ്ട് നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ദേവത എന്ന് പറഞ്ഞാൽ അവരും അവരെ മതിൽ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ജന്തുക്കളെന്ന് വിളിച്ചു. അവര് പറയുന്നത് എന്താണ്? ദേവതകൾ വളരെ പവിത്രമായിരുന്നു, ഞങ്ങൾ പതിതമാണ്. ഹം അപ്പനേക്കോ ദേവി ദേവത കൈസെ കഹലായി. അപ്പൊ ഞങ്ങൾ എങ്ങനെ ദേവി ദേവതകൾ എന്ന് പറയും? സമജായ ജാതാഹി അച്ഛാ പവിത്രൻ. അപ്പൊ അവര് പരിഹാരമുണ്ട്, നിങ്ങൾ പവിത്രമാകും. പവിത്രമായ ദേവത എന്ന് വിളിക്കാൻ പറ്റുമല്ലോ. ബരോബർ ഹം ആദി സനാതൻ ദേവി ദേവതാ ധർമ്മകേഹി. തീർച്ചയായിട്ടും നമ്മള് ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരാണ്. ഫിർസെ ദേവി ദേവതാ ധർമ്മമേ ആജാവോ തോ കാദ്യ പുരുഷ. അതുകൊണ്ട് നിങ്ങൾ പവിത്രമായി വീണ്ടും ഈ ദേവി ദേവതാ ധർമ്മത്തിലേക്ക് വരണം. അപ്പൊ അവർ പറയും സമയം, നമുക്ക് സമയം. ആർക്കി എകത്തോ ബഹുത്തിനായി പാടും. ഇതൊക്കെ നിങ്ങളുടെ പുതിയ കാര്യമാണ് പറയും. പൂജിത്തെ ബി ഭാരതവാസി ദേവി ദേവതാവും കവി പരന്തു പതിത് ഹോനേക്കാരൻ അപ്പനേക്കോ ദേവതാ കഹല നഹിംസത്തെ. ഈ ഭാരതവാസികൾ ദേവി ദേവതകളെ പൂജിക്കുന്നുണ്ട്, പക്ഷെ സ്വയം പതിതമായതുകൊണ്ട് അവര് വേറെ, നമ്മള് താഴെ കിടക്കുന്നവരാണ്. അങ്ങനെ വിചാരിച്ചു. അച്ഛ ആക്കർ പാവൻ ബനോ തോ കാദ്യ പുരുഷത്തിനെ. ശരി, അപ്പൊ ദേവതയാകാൻ നിങ്ങളൊന്ന് പാവനമാകണം. അപ്പോൾ പറയും സമയമൊന്നും, പഠിക്കാൻ സമയമൊന്നും. ബാബ കാത്യത്വം തോ കൊണ്ട് പക്ഷി. അങ്ങനെയുള്ളവരെയാണ് ബാബ എന്ന് വിളിക്കുന്നത് ഒട്ടക പക്ഷി. പൂജ ജാതാഹ്യത്വം ദേവതാക്യോ നഹിം കാലാത്യത്വം കാത്തേഹം പതിതേ. അച്ഛാ പതിത് സെ പാവൻ ബനോ തോ കാദ്യ പുരുഷത്തിനെ. ദേവത എന്നുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ പറയും പതിതമാണ്. എന്നാൽ പാവനമാകാൻ പറയുമ്പോൾ പറയും സമയമില്ല. ഊണ്ട് പക്ഷിക്കോ കഹോ ഉടത്തോ കഹേക പങ്കുരഹി ഊണ്ടുഹും അച്ഛ സാമാനുടാവത്തോ കഹേക ഹംതോ പക്ഷി. ഈ ഒട്ടക പക്ഷി എങ്ങനെയാണ്? പറക്കാൻ പറഞ്ഞാൽ പറയും അയ്യോ എനിക്ക് ചിറകില്ല, ഞാനൊരു ഒട്ടകമാണ്. എന്നാൽ ശരി, നീ ഇതിന് സാധനങ്ങൾ ചുമക്കാൻ പറഞ്ഞാൽ പറയും അയ്യോ നമ്മൾ പക്ഷിയാണ്. तो बाबा कहते माया तुम्हारे पवित्रता के पास काटा काट देते. അപ്പൊ ബാബ പറയാണ് ഈ മായ പവിത്രതയുടെ ചിറക് മുറിച്ചു കളയും. അബ് സാവൻ കെ മഹീനമേം ശിവ की पूजा करते. ഈ ശ്രാവണ മാസത്തിലാണ് ശിവപൂജ ചെയ്യുന്നത്. വ്രതരഹത്തെ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. തുമാരെ ലിയെ സാവൻ മാസികെ ജ്ഞാന ബർസാത്ത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രാവണ മാസം ജ്ഞാനമഴയുടെ സമയമാണ്. തും പവിത്രബൻ പവിത്ര ദുനിയാക്ക മാലിക് പറ്റും. ഈ സമയത്ത് ഈ ജ്ഞാനമഴയിൽ കുളിച്ച് ഗംഗയിൽ കുളിച്ച് പതിതരായി നമ്മൾ പാവനമാകും. മനുഷ്യ വ്രതരഹത്തേക്ക് ഭോജന കാര്യം. മനുഷ്യർക്ക് വ്രതം എന്താണ്? ആഹാരം കഴിക്കാതിരിക്കുക, അതാണ് ഒരു പ്രധാന വ്രതം. ബാബ കാത്തേഹ് വിഷനഹിത. ബാബ പറയാണ് വിഷം കഴിക്കാതിരിക്കുക, വികാരത്തിലേക്ക് പോകാതിരിക്കുക. ഇസ്പർബി സമച്ചാനപ്പെടുക. ബാബ പറയാണ് ഇക്കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ശിവ ബഹുത് പൂജിത്തേഹ് അബ് ശിവബാബ കാത്തേഹ് പവിത്രത. ധാരാളം പേര് ശിവപൂജ ചെയ്യുന്നു. ആ ശിവൻ വന്നിട്ട് നമ്മളോട് പറയാണ് പവിത്രതയുടെ വ്രതം ധാരണ ചെയ്യണം. മേം ആയാഹും പവിത്ര ദേവി ദേവതാ ധർമ്മ സ്ഥാപനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ഞാൻ വന്നിരിക്കുന്നത് പവിത്ര ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കാനാണ്. യഹം തോ പാവൻ കൊയ് ഐനഹി. ബാബ പറയണു ഈ ലോകത്ത് ഈശ്വരൻ വരുമ്പോൾ ആരും തന്നെ പാവനമായിട്ടില്ല. പവിത്ര ദേവി ദേവത ഹോത്തേഹി സത്യമേ. പവിത്ര ദേവി ദേവതകൾ സത്യത്തിലാണ്. ബഹു വിശ്വ പൈതാനഹി. അവര് വികാരത്തിൽ കൂടെ ജനിച്ചവര്. ഇവിടെ ആരായിക്കോട്ടെ അവര് വികാരത്തിൽ കൂടെ ജനിച്ചതാണ്. നഹിം തോ ഉनको സമ്പൂർണ്ണ നിർവികാരിത്വം കാത്തെ. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ നമ്മൾ സമ്പൂർണ്ണ നിർവികാരി എന്ന് വിളിക്കും? ലക്ഷ്മി നാരായൺ രാധേ കൃഷ്ണ ആദിക്കോ കാത്തേഹിക്ക് സമ്പൂർണ്ണ നിർവികാരി. ഈ ലക്ഷ്മി നാരായണനെയും അതേപോലെ രാധയും കൃഷ്ണയൊക്കെ വിളിക്കുന്ന എന്താണ്? സമ്പൂർണ്ണ നിർവികാരി. കാമം മാത്രമല്ല, ക്രോധമില്ല, ലോഭമില്ല, മോഹമില്ല, അഹങ്കാരമില്ല, മതമില്ല, മാത്സര്യമില്ല, ഒന്നുമില്ല. ഇന്നലത്തെ സ്ലോഗൻ എന്തായിരുന്നു? എല്ലാം നല്ലതാകണില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ? എല്ലാം നല്ലതാകണയിൽ അച്ഛ 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 എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വികാരവും ഇല്ലാതെ എല്ലാം എന്ത് വന്നാലും എന്താണ്? അച്ഛ അച്ഛ അച്ഛ. അവരാണ് ദേവത. ദേവതകൾ അങ്ങനെ പറയണ്ട, നമ്മൾ അങ്ങനെ പറഞ്ഞ് നല്ലതാണ്. ആരെന്ത് ചെയ്താലും കാണിച്ചാലും അങ്ങനെ. യഹം തോ സബ് പതിത് ഹെ ജിസ്മേം കൊയ്യും. കാരണം ഇവിടെയാണെങ്കിലോ മനുഷ്യരിൽ ഗുണങ്ങളില്ല, എല്ലാം പതിതമാണ്. ഖുദ് കാദ്ദേഹം പതിത് നീച്ച്. എന്നിട്ട് സ്വയം അമൽത്തിൽ പോയി പറയുന്നുണ്ട് ഞങ്ങൾ പതിതരാണ്, നീചരാണ്. ബാബ കാത്തെ മേരി മധുപർ ചൽക്കർത്തും സമ്പൂർണ്ണ നിർവികാരി ബനോ തോ തും ഇൻ ലക്ഷ്മി നാരായൺ ജൈസ ബാലിക് ബനെ. അങ്ങനെ സ്വയം താഴ്ത്തിക്കൊണ്ടിരിക്കാതെ അല്ലെ, നമ്മളെ തന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കാണ്ട് പരിഹാരമായിട്ട് ബാബ പറയാണ് നിങ്ങൾ എന്റെ മതപ്രകാരം നടന്ന് സമ്പൂർണ്ണ നിർവികാരികളായി മാറണം. അപ്പോൾ ലക്ഷ്മി നാരായണനെ പോലെ അധികാരിയാകാൻ സാധിക്കും.
തുമാരി പഠായി കിത്തനെ ഭാര്യ, എത്ര വലിയ പഠിത്തമാണ് ബാബ നൽകുന്നത്. മനുഷ്യസെ ദേവത ബനനേക്ക പുരുഷാർത്ഥം, മനുഷ്യരിൽ നിന്നും ദേവതയാകാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ പരിശ്രമിക്കണം. വിശുക്ക മാലിക ബനൻ, ബാബ പറയുന്നു ഈ ഭൂമിയുടെ അധികാരി അല്ലെ, ഭൂമിയുടെ അധികാരി ആകണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം അല്ലെ. മെനിക്കാത്ത വരദാനത്തിൽ എന്ന് പറഞ്ഞു ശ്ലോകനിലെ എല്ലാം പരിധിയില്ല. നമ്മൾ എപ്പോഴും എന്താണ് ഭൂമിയിൽ, ഈശ്വരന്റെ ഭൂമി നമ്മൾ ജീവിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മുടെ, അത് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഭാരതം ഭരിക്കാത്തത്. ബാക്കി ആർക്കും അങ്ങനെ ഒരു വിശാല വീക്ഷണമില്ല. അതുള്ളത് കൊണ്ടാണ് ഭാരതം ഭരിക്കുക. ബാബ പറയാണ് കുട്ടികളെ ദേവി ദേവതാ ധർമ്മ സ്ഥാപന നടക്കാണ്. തും പവിത്രബൻ സ്വർഗ വർഷ ലേത്തേകോ സ്വ മന ആത്മ, നിങ്ങൾ പവിത്രമായി മാറി സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കണം. സ്വ എന്ന് പറഞ്ഞാല് ആത്മാവ്, ആത്മാക്കോ രാജായി നിൽക്കും. ആത്മാവ് വീണ്ടും ആ രാജ്യം വീണ്ടെടുക്കണം. ഉൻകോ സ്വരാജ് കഹാജാത, അതിനാണ് പറയുന്നത് സ്വരാജ്യം. അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. മനുഷ്യത്വഹ്യ ദേഹാഭിമാനം, മനുഷ്യരെല്ലാവരുടെയും മനസ്സ് ദേഹാഭിമാനികളാണ്. ഞാൻ ദേഹമാണ്, ദേഹത്തിന്റെ ബന്ധം എല്ലാത്തിന്റെയും. എന്നിട്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക. ബാബറിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരാജ്യാഭിമാനം. ദേഹാഭിമാനത്തെ കാലത്തെ ഹമാര രാജ്യം, ദേഹാഭിമാനത്തിലാണ് പറയുന്നത് നമ്മുടെ രാജ്യം. യഹം തും കാത്തേഹോ ഹം ആത്മാഹി ഈ ശരീരത്തെ മാലിക്, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ആത്മാക്കളാണ്, നമ്മൾ ഈ ദേഹത്തിന്റെ അധികാരികളാണ്. ഹം മഹാരാജ ബനേഗെ, നമ്മൾ മഹാരാജാക്കന്മാരാകും. ഹംകോ സത്യവുമേയും പവിത്ര ശരീരമില്ലേക്ക, അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇവിടെ പവിത്രമാകുമ്പോൾ സത്യയുഗത്തിൽ നമുക്ക് പവിത്ര ശരീരം, ഇവിടെ ശരീരം പവിത്രമാക്കാൻ പറ്റില്ല. അഭിതോ പതിത്, ഇപ്പോൾ എല്ലാം പതിതമാണ്. ജയ്സെ ആത്മാ വൈസേ ശരീരം, ആത്മാവ് ഏതുപോലെ പതിതം അതുപോലെ ശരീരം. ആത്മാമേ ഘാത് പടി, ആത്മാ പകലെ സച്ച സ്വനാധി, ഈ ആത്മാവിൽ കറ പിടിച്ചിരിക്കുകയാണ്. ആത്മാവ് ആദ്യം സത്യമായ സ്വർണമായിരുന്നു. ഗോൾഡൻ ഏജ് കഹാജാത, ആ സമയത്തെയാണ് പറയുന്നത് സുവർണയുഗം, സ്വർണയുഗം, ഗോൾഡൻ ഏജ്. ഒരു ത്രേത ആയതോ സിൽവർ കി ഘാത്, പിന്നെ ത്രേതായുഗം വന്നപ്പോൾ എന്താണ്? നമുക്ക് സിൽവറിന്റെ വെള്ളി പിടിച്ചു. ഒരു ദ്വാപരമേ ഗയത്തോ താമ്പാപ്പണം, പിന്നെ ദ്വാപരത്തിലേക്ക് വന്നപ്പോൾ ആത്മാവിൽ രജോ ഗുണത്തിന്റെ ചെമ്പ് പിടിച്ചു. ഈ സമയം ആത്മാ ചൂട്ടിത്വ ശരീരിപ്പിച്ചു. കലിയുഗത്തേക്ക് കടന്നപ്പോൾ ഇരുമ്പിന്റെ കറവ്. ഈ സമയത്ത് എല്ലാം അസത്യമായി, എല്ലാം ദേഹബോധത്തിൽ കറുപ്പ് കടക്കാണ്. ഇസ്കോ കഹാഹി ജാതാഹി ചൂട്ട്, ഇതിനാണ് പറയുന്നത് അസത്യങ്ങൾ. അഭി ബാബാക്കെ സാത്ത് യോഗ രഖനേസെ അലായ നികൽ ജായി, ഇനി ഈ കറകൾ അങ്ങനെ പോകും അല്ലെ. മിനിങ്ങാന്ന് ബാബ എന്താ പറഞ്ഞത്? പതുക്കെ പതുക്കെ വലിയ പാടാണ് അല്ലെ. ഇരുമ്പിൽ നിന്ന് കോപ്പർ ആകുമ്പോഴേക്കും ധാരാളം കൊടുങ്കാറ്റുകൾ വരും, ചിലപ്പോൾ വീണ്ടും ഇരുമ്പാവും, പിന്നെ ഉയരും, അങ്ങനെ പതുക്കെ സിൽവറിലെത്തും, പിന്നെ ഗോൾഡിലെത്തും. അവർ ഇതിനുണ്ടെങ്കിൽ ധാരാളം കൊടുങ്കാറ്റുകളും പറവോട്ടടികളൊക്കെ വരും, വീണ പല പ്രാവശ്യം വീണുപോയ പോകാം. ബാബ പറയാണ് കുട്ടികളെ എന്നെ ഓർമ്മിച്ച് എങ്ങനെയെങ്കിലും ഈ കറകൾ കത്തിച്ച് കളയും. നേരത്തെ മുരളിൽ എന്താ പറഞ്ഞത്? ഞായറാഴ്ച ബാബ എന്താ പറഞ്ഞത് അല്ലെ? ബാബയുടെ പ്രേമത്തിൽ അങ്ങ് ലയിക്കണമെന്നാ ബാബ. ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. അത് എങ്ങനെയും ആക്കിയിരുന്നു. അത് ബിന്ദു, ഞാൻ ബിന്ദു, ഈ ബിന്ദു ആ ബിന്ദു, ബാക്കിയെല്ലാം പ്രകൃതിയുടെ വിസ്താരങ്ങളാണ്. വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് വരുന്ന പരംധാമത്തിലിരിക്കുന്ന ബാബയെ ഓർമ്മിച്ചു. പക്ഷേ ബാബ പറയട്ടെ കരിക്കട്ടകൾ വൈഡൂര്യമായിട്ട് മാറും. പറഞ്ഞു ആഭരണത്തിലെ അഴുക്കൊക്കെ പിടിക്കുമ്പോൾ അത് അഗ്നിയിലിടാറുണ്ട്. യഹ്ബി योग अग्नि जिसमें खाद भस्म हो और हम सच्चा सोना बन बाकी साथ चले जाएंगे. ഇത് യോഗ അഗ്നിയാണ്. ഇതിലെ നമ്മുടെ ആത്മാവിലെ കറകളെല്ലാം ഭസ്മമായി നമ്മൾ സത്യമായ സ്വർണമായി മാറുമ്പോൾ ബാബയുടെ കൂടെ പോകും. ബാബ അദ്ദേഹത്തും മേരെ സാത്ത് ചൽ പടേങ്കി, ബാബ പറയാണ് നിങ്ങൾ എന്റെ കൂടെ വരണം അല്ലെ. കൂടെ വരണമെങ്കിൽ സമാനമാകണം, സമീപമാകണം, സമാനമാകണം. സത്യവുമേ സച്ചാ സ്വനാമില്ലേക, സത്യത്തിലെ യഥാർത്ഥമായ സ്വർണം ഭൗതികമായ രീതിയിൽ എന്താണ്? നമുക്ക് സത്യമായ സ്വർണം കിട്ടും. അപ്പൊ ശ്രീകൃഷ്ണക്കു സാമരാക്യവും കാത്തെ, എന്തുകൊണ്ടാണ് എല്ലാവരും ശ്രീകൃഷ്ണനെ ശ്യാമ എന്ന് വിളിക്കുന്നത്? കൃഷ്ണാക്ക നാമരൂപത്തോ ബദൽ ജാത്ത, കൃഷ്ണന്റെ നാമരൂപമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ സമച്ചാത്തേഹി തും ഗോരത്തെ തുമാരേമേം കാത്തു, ബാബ ബ്രഹ്മബാബയോട് പറഞ്ഞു കൊടുക്കാണ് നീ നല്ല വെളുത്തവനായിരുന്നു എന്ന് വെച്ചാൽ നീ ആത്മാവ് വെളുത്തതായിരുന്നു, പിന്നെ നീ ജന്മങ്ങൾ എടുത്തെടുത്തപ്പോൾ അർത്ഥ കരിക്കട്ട പോലെ കിടക്കാണ്. അപ്പൊ ഈ ബിൽക്കുൽ അയൺ ഏജിൽ ബൻ പണയം, ഇപ്പോൾ തികച്ചും ആ ഇരുമ്പായി. അപ്പൊ മെയിൻ സോണാർഹും ചുമക്കോ പട്ടിമേൻ ഡാൽത്തേത്ത, ബാബ സ്വർണ്ണപ്പണിക്കാരനാണ് അല്ലെ. നമ്മളെല്ലാം ചൂളയിലിട്ടാണ്, ആ ചൂളയിലിട്ടിട്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ. ബമ്പോർക്കോ ആകലക്ക്, അവസാനം ബാബ പറഞ്ഞു ഭൂമിക്ക് തീരും. സബ്കെ ശരീരം ഖതം ഹോ ജായേംഗെ, എല്ലാ ദേഹങ്ങളും കത്തി ഈ മണ്ണിലേക്ക് ചാരമായി മാറും. സത്യത്തിന് വളം വേണ്ട. ആത്മാത്വം അങ്ങനെ, എല്ലാ ദേഹവും പ്രകൃതി ഉണ്ടാക്കിയത്, അത് പ്രകൃതിയിലേക്ക് പോകും. എല്ലാ ആത്മാക്കളും പരന്ധാമത്തെ എന്ന് വന്നത് അത് പരന്ധാമത്തിലേക്ക്. അതോടുകൂടി ഒരു റോള് ഏകത്തോ യോഗ അഗ്നിസെ പവിത്ര ബൻ ജായെങ്കിൽ
ബാക്കി സബ് സജായെ ഖാക്കർ ഹിസാബ് കിതാബ് ചുക്കർ സജായെങ്കിൽ. ഒന്ന് ബാബ പറയണു യോഗ അഗ്നിയിലൂടെ ആത്മാവിനെ പവിത്രമാക്കും. രണ്ട് ബാബ പറയണു ശിക്ഷാഗ്നിയുണ്ട്, ശിക്ഷയുടെ അഗ്നി, ധാരാളം അഗ്നികളിൽ കൂടി ഈ ആത്മാവിനെ കൊണ്ടുപോയി വേദനിപ്പിച്ച് ഇപ്പൊ നമ്മൾ സ്വയം കുറച്ച് സഹിക്കുക. അവിടെ ബാബ പറഞ്ഞു ധർമ്മരാജപുരിയുടെ ശിക്ഷകളിൽ കൂടെ കടന്ന് ആത്മശുദ്ധീകരണം നടത്തും. ഏത് ഈശ്വർക്ക് ഭട്ടികെ സബ്കോ പാവൻ. ഈശ്വരൻ ഈ ചൂള ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരെയും പാപമാക്കാൻ. ഏത് ജ്ഞാനിക്കാ സാഗർ ഉത്സവത്തും ജ്ഞാന ഗംഗായെ നികലിയ. ഇത് ജ്ഞാനസാഗരനാണ്. ആ ജ്ഞാനസാഗരത്തിൽ നിന്നും ജ്ഞാനഗംഗകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ പാനിക്ക് ഗംഗാക്കോ ശ്രമിച്ചില്ല. ആളുകള് ആ ഗംഗാജലം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി കുളിക്കാം. വഹം ദേവതാവിക്ക് മൂർത്തി പേ രഹി. അവിടെയൊക്കെ ദേവതകളുടെ മൂർത്തികളും വെച്ചിട്ടുണ്ട്. വാസ്തവമേ തുംഹോ ഭഗവാൻ കെ ബച്ചേ ജ്ഞാന ഗംഗായെ ജോ ഫിർ ദേവതാ ബനത്തെ. യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ കുട്ടികള് ജ്ഞാനഗംഗകളായി മാറി പിന്നീട് നമ്മൾ ദേവതകളാകും. ജബ് സ്വർഗമേം ആയെങ്കിൽ അപ്പൊ തുംഹോ ദേവതാക്കൾ. നമ്മൾ പവിത്രമായി സ്വർഗത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേ നമ്മൾ ഇത് വിളിക്കുള്ളൂ ദേവതകൾ. ഇപ്പോൾ നമ്മള് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദേവതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷാർത്ഥം അല്ലെങ്കിൽ പ്രാരബ്ധം അനുഭവിക്കുക. പുരുഷാർത്ഥം കഴിഞ്ഞ് പ്രാരബ്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് ദേവത. ബാബ പറയാണ് സ്വഹം ആത്മാ ശരീർ ദോനോ ഹി പവിത്രഹേ. അവിടെ ദേഹവും ദേഹിയും രണ്ടും പവിത്രമായിരിക്കും. അഭിത്വ ഇപ്പോൾ രണ്ടും പതിതമാണ്. ഭാരത് ഗോൾഡൻ ഏജ് ഹേ फिर सिल्वर कॉपर आयरन एज बने हैं. फिर गोल्डन एज में ले जा रहा है. ഈ ഭാരതം ഗോൾഡൻ ഏജിലായിരുന്നു, പിന്നെ അത് സിൽവറിലേക്ക് വന്നു, കോപ്പറിലേക്ക് വന്നു, അയണിലേക്ക് പോയി. ഇനി ബാബ പറയാണ് ഗോൾഡൻ ഏജിലേക്ക്. അതിന് ദൈവം തന്നെ. അപ്പോൾ ദൈവം വന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് കൈ പിടിച്ച് നമ്മള് ഗോൾഡൻ ഏജിലേക്ക് കൊണ്ടുപോകുന്നു. തുമാരി ആത്മാ അവർ ശരീർ ദോനോ ഹി പവിത്ര ഹോ ജാതി. ഈ ജ്ഞാനത്തിലൂടെ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹവും ബാബ പറയുന്ന രണ്ട് പവിത്ര. ബാബ കാലത്തെ മേൻ ധോബി ബി. അതുകൊണ്ട് ബാബ പറയാനാണ് ഞാനൊരു അലക്കുകാരൻ കൂടിയാണ്. തുമാരി ആത്മാക്കോ ധോനെ ആത്ത. നിങ്ങളുടെ ആത്മാവിനെ അലക്കാനാണ് വന്നിരിക്കുന്നത്. നേരത്തെ എന്ത് പറഞ്ഞു? ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്, ആത്മാവിനെ അഗ്നിയിലിടാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞത്? അലക്കാനാണ് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് പിന്നെ എന്ത് പറഞ്ഞു? ധർമ്മരാജപുരിയാണ് അലക്കുവല്ല അല്ലെ? അതും പറഞ്ഞു. ചൂടാക്കണം പറഞ്ഞു, അലക്കും. ധർമ്മരാജപുരിയില് ശിക്ഷ. ഇപ്പൊ നമ്മൾ കുറെ ശിക്ഷകള് തന്നെത്താൻ ഏറ്റുവാങ്ങും. സിർഫ് ബാബുക്കോ ഹി യാദ് കരണം. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, കേവലം ബാബയെ മാത്രം ഓർക്കും. ബസ് യോഗമേ രഹനസ്യത്വം വിശുക്കേ മാലിക് ബൻ സക്തേ. ബാബ പറയുന്നത് നിസ്സാരമായ കാര്യവും യോഗത്തിൽ കഴിഞ്ഞാൽ മതി. അതായത് ബാബയെ ഒന്ന് സ്നേഹിച്ചാൽ മതി, വിശുദ്ധന്റെ അധികാരം. ബാഹുബൽ വാലെ വിശുക്കേ മാലിക് ബൻ സക്തേ. ഇവിടെ ബാഹുബലക്കാരാണ്, എല്ലാവരും ആയുധം ഉണ്ടാക്കും. ഇന്ത്യയും കണ്ടവൻ ആയുധം ഉണ്ടാക്കണം. കാരണം ഈ കാലത്തിൽ പിടിച്ചേക്കണമെങ്കിൽ അത്. പക്ഷെ ബാബ പറഞ്ഞു ബാഹുബലത്തിലുള്ളവർ അധികാരികളാകില്ല. ആ മുഗ്നോമേം ഇതനി താക്കത്ത് ഹെ. അഗർ ക്രിസ്ത്യൻ തോ ഭായി ആപ്പസ് മേ മിൽ ജായെ തോ വിശുക്കേ മാലിക് ബൻ സക്തേ. ആ ബാബ പറഞ്ഞ അവർക്ക് വലിയ ശക്തിയൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികൾ റഷ്യ അമേരിക്ക കൂടി ഒരുമിക്കാണെങ്കിൽ വേണമെങ്കിൽ വിശ്വത്തിന്റെ അധികാരിയാണ്. പരന്തു ലോനായി. പക്ഷെ പ്രപഞ്ചത്തിൽ കയ്യൂക്കൊണ്ട് ലോകത്തെ ഭരിക്കാൻ പറ്റില്ല. മനസ്സ് വലുതാക്കി എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രമേ ഈ വിശ്വത്തിന്റെ അധികാരിയാകാൻ പറ്റൂ. കഹാനി ബിഹെ ദോ ബില്ലെ ആപ്പസ് മേ ലഡെ അവർ മക്കൻ ബന്ദർ ഖാഗെ. ഒരു കഥയുണ്ട്, രണ്ട് പൂച്ചകൾ പരസ്പരം അടിച്ചു. അല്ലെ, വെണ്ണ നടുക്കിരിക്കുന്ന ആൾ കുരങ്ങനെ കിട്ടി. തോ വഹ് ദോ ലഡത്തെ ബീജമേ മക്കൻ ഭാരതത്തിൽ മിൽച്ച. അപ്പൊ ബാബ പറയണു അവര് രണ്ടു കൂട്ടരും കൂടി അടിച്ചു. ബാബ പറയണു വെണ്ണ ഭാരതത്തിന് കിട്ടി. इसमें भी नंबर 1 है श्री कृष्ण, इसलिए कृष्णा के मुख में गोला दिखाते. അതിലെ നമ്പർ 1 ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ കയ്യിലും ശ്രീകൃഷ്ണന്റെ വായിലൊക്കെ വെണ്ണ കാണിച്ചു. എന്ന് പറയുന്നതാണ് വെണ്ണ മോഷ്ടിച്ചു. അപ്പൊ നമുക്ക് മോഷ്ടിക്കാം, നമുക്കും വെണ്ണയും മോഷ്ടിക്കാം, നെയ്യും മോഷ്ടിക്കാം, അടുക്കളയിൽ നിന്ന് എന്തും മോഷ്ടിക്കാം. അക്കാര്യം കൃഷ്ണൻ തന്നെ മോഷ്ടാവാം, പിന്നെ നമ്മൾ മോഷ്ടിക്കാതിരിക്കേണ്ട കാര്യം. അപ്പൊ എന്താണ് അപകരിച്ചെടുത്തത്? ബാബ പറഞ്ഞ യോഗബലത്തിൽ കൂടെ വിശ്വത്തിന്റെ അധികാരം. വക മക്കന്നയും ഇത് സ്വർഗക്കാർ രാജ്യഭാഗ്യ ശ്രീകൃഷ്ണാക്കുമില്ല. പറഞ്ഞ ആ വെണ്ണയല്ല, ഇവിടെ വലിയൊരു കടച്ചിൽ നടക്കും. ആ കടച്ചിൽ നടക്കുമ്പോൾ സ്വർഗം അതിൽ നിന്ന് ഉയർന്നു വരും. ആ വെണ്ണ ശ്രീകൃഷ്ണൻ കിട്ടും. ബാബ സമച്ചാത്തേക്ക് സഭ വിനാശ് പോ ജായേഗ തും മാലിക് ബൻ ജായേഗെ. ബാബ പറഞ്ഞു തരികയാണ് അവരെല്ലാം കൂടി കിടന്ന് അടിക്കും. അവര് ബാബ പറഞ്ഞു അവർ ശരിക്കും അളക്കും. വെണ്ണ ബാബ പറയണു ആ യോഗത്തിൽ കഴിയുന്ന നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ തട്ടുപിടുത്തത്തിന് പോകും. ബാബ പറഞ്ഞു നമ്മൾ യോഗത്തിൽ കഴിയുമ്പോൾ വെണ്ണ നമുക്ക് കിട്ടും. ഉസ്കെ പഹലെ ബാബയ്ക്ക് ശ്രീമത്ത് പർ ജരൂർ ചെല്ലാൻ പറഞ്ഞു. ബാബ ആ വെണ്ണ കഴിക്കുന്നതിന് മുമ്പേ എന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കും. അല്ലെ, ഇഹലോകത്തിലെ വെണ്ണയൊന്നും വലുതായിട്ട് വേണ്ടാന്ന് വെച്ചു. ശ്രീമത്ത് സേ ശ്രേഷ്ഠ ആസുര്യ മതസ്ഥരെ ഭ്രഷ്ടജാത്തെ. ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠരാകും. ഈ ആസുര്യ മതത്തിലൂടെ ഭ്രഷ്ടരായി മാറും. ഏഹേ ആസുരിയ പതിത തുല്യ. ഈ ലോകം ബാബ പറയാണ് ആസുരിയ പതിത ലോകമാണ്.
ഏക് ബി പാവൻ നഹിയും, ഒരാൾ പോലും, അതായത് ബാബ നമ്മുടെ അഭിമാനം ഉയർത്താണ്. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാവരും പതിതം. അവര് പതിതമായി കൊണ്ടിരിക്കുന്നു, നമ്മൾ പാവനമായി, എല്ലാം പതിതം. അപ്പൊ ആരാണ് ശ്രേഷ്ഠര്? നമ്മൾ തന്നെയാണ്. പാവൻ ദുനിയാമേം ഏക് ബി പതിതനഹി ഹോത്ത, ആ പാവന ലോകം വരുമ്പോൾ ഒരു പതിതന് പോലും ഉണ്ടാവില്ല. അഭിത്വ സബ് പതിതഹി, ഈ പതിത ലോകത്തിൽ ഒരാൾ പോലും പാവനമായിട്ടില്ല, എല്ലാം പതിതമാണ്. ഗാത്തെ ബേഹി പതിത പാവൻ സീതാറാം, അതുകൊണ്ട് പതിത പാവനൻ വരുമ്പോൾ എല്ലാ സീതമാരെയും മോചിപ്പിക്കണം, എല്ലാവരെയും പാവനമാക്കണം. ഹം സീതായം രാവണി ജയിലിൽ പടി, ഞങ്ങൾ സീതമാരെ രാവണന്റെ ജയിലിൽപ്പെട്ട് കിടക്കാണ്. പുകാർ ദീഹേ ഹേ റാം ആക്കർ ചുടാവ് പാവൻ ദുനിയാമേ ലേ ചലോ, എല്ലാവരും കിടന്ന് കരയുന്നുണ്ട്, ഏ രാമ വന്ന് ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകും. വൽ ഗാത്തേഹേ പരന്തു ജനത്തെ, ഈ പാട്ട് പാടുന്നതല്ലാണ്ട് ഞാൻ ആരാണ്, എങ്ങനെ പതിതമായിരുന്നു, എന്താണ് പാവന ലോകമെന്നും ഒന്നും അറിയില്ല. ജോ ആത്താസ്തു കാത്ത്, കുറെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ കാലമായി ഇതൊക്കെ വായിക്കാൻ തുടങ്ങി, രാമായണം വായിക്കുന്നുണ്ട്, എന്താണ് അവർക്ക് വരുന്നത് അതൊക്കെ പറഞ്ഞിരിക്കാം. രാവണനെ ബിൽക്കുൽ സുലാദിയ, രാവണൻ എല്ലാവരെയും തട്ടി തട്ടി ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ബാബ ആക്കാർ ജഗാൻ, ഇപ്പോൾ ബാബ വന്നിട്ട് വേറെ തട്ടാം, അല്ലെ ജ്ഞാനം കൊണ്ട് തട്ടി തട്ടി നമ്മളെ ഉണർത്താണ്. രാവണൻ തട്ടി തട്ടി നമ്മളോട് പറഞ്ഞ് കിടന്നുറങ്ങിക്കോ, കിടന്നുറങ്ങിക്കും പോണ്ട, യോഗത്തിനും പോണ്ട, ഒന്നിനും പോണ്ട, കിടന്നുറങ്ങി, ഇനി നിനക്ക് ഓൺലൈനിൽ കൂടെ വെച്ചിട്ടില്ല, അതുകൊണ്ട് കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഓൺലൈൻ തരുമ്പോൾ നിന്നെ പറഞ്ഞു ഓൺലൈൻ കാര്യത്തിൽ, അല്ലെ, ഓൺലൈനിൽ കൂടെ അല്ല, വീട് പരിവാരം, ഇതൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി പറഞ്ഞിട്ട് കാര്യം. എപ്പോഴും ബാബ പറയുന്ന കുട്ടികളെ സയൻസ് നിങ്ങൾക്ക് വേണ്ടി വരും. എന്തിനാണെന്നറിയാം, നമുക്ക് യോഗ ചെയ്യാനും മുരളി പഠിക്കാനും സയൻസിലൂടെ ബാബ പറയണം ആളുകൾക്ക് സന്ദേശം. ഓൺലൈൻ മുരളി വേണ്ടാന്നല്ല, ആളുകൾക്ക് പബ്ലിക്കിന് സന്ദേശം കൊടുക്കാനായിട്ട് മെയിനായിട്ട്. ബ്രാഹ്മണർക്ക് ബാബ എപ്പോഴും പറയും നിഷ്ഠയുണ്ട്, അച്ഛനാണ്, അച്ഛൻ എന്ന് പറയുമ്പോൾ വീടാണ്, ടീച്ചറാണ്, ടീച്ചർ എന്ന് പറയുമ്പോൾ വിദ്യാലയമാണ്, ഗുരുവാണ്, ഗുരു എന്ന് പറയുമ്പോൾ ആശ്രമം. ഇതുകൊണ്ട് യാതൊരു ബന്ധമില്ലാണ്ട് ഒരു മൊബൈലും വെച്ചിട്ട് ഞാൻ ഭയങ്കര പഠിത്തമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും. പഠിത്തം എന്ന് വെച്ചാൽ പഠിത്തം എന്ന് പറഞ്ഞാലല്ല, വേറെ ഞാൻ എന്തിനാ പഠിപ്പിക്കും, ഒരു പരിവാരം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെ. പഠിത്തം എന്ന് പറഞ്ഞാൽ പരിവാരം ഉണ്ടാക്കാൻ, പരിവാര ബന്ധമില്ലാണ്ട് ഇരുന്നിട്ട് എന്ത് പഠിത്തം നീ പറഞ്ഞു, ABCD അറിയാൻ പാടില്ല, അങ്ങനെയും കേട്ടോളൂ, അത് നല്ല കാര്യം. ബാബ പറയാണ് ആളുകൾക്ക് ഒന്നും അറിയും, എന്താണ് വായിൽ വരുന്നത് ഇതൊക്കെ പറയും. രാവണനെ ബിൽക്കുൽ സുരാദിയ, കാര്യം എന്താ, രാവണൻ ഇങ്ങനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ വന്ന് നമ്മൾ ഉണർത്താണ്. പരംപിത പരമാത്മാ പതിത് പാവൻ ജോ സൃഷ്ടിക്കാ രചയിത ഉൽക്കി ബയോഗ്രഫി കോ ഹം ജൻ, ഈ എല്ലാവരും വിളിക്കുന്ന ഈ പരംപിത പരമാത്മാവ് പതിത പാവനൻ സൃഷ്ടിയുടെ രചയിതാവ്. ആ രചയിതാവിന്റെ ജീവിതം, ജീവചരിത്രം, ബാബയുടെ കർത്തവ്യം നമുക്ക് അറിയാം. ഇതൊന്ന് ബാബ പറഞ്ഞു ആളുകളോട് പറയും, ആളുകൾ കുറച്ചുപേര് കേൾക്കുള്ളൂ, പക്ഷെ എല്ലാവരും കേൾക്കണം. ब्रह्मा विष्णु शंकर और लक्ष्मी नारायण की बायोग्राफी को भी हम जानते हैं. ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരെ നമുക്കറിയാം, ലക്ഷ്മി നാരായണനെ നമുക്കറിയാം, രാമനെ സീതയെ നമുക്കറിയാം, എല്ലാം നമുക്കറിയാം. ലക്ഷ്മി നാരായൺ കെ 84 ജന്മം കോ ഭി ഹം ജാൻ, അവരെ അറിയാമെന്ന് മാത്രമല്ല അവർ 84 ജന്മങ്ങളുടെ തേതി കൂടെ ഒക്കെ കടന്നു പോകുന്നു നമുക്ക് അറിയാം. അവർ അറിഞ്ഞുള്ളതിന് അറിയാമെന്നുള്ളതിന്റെ തെളിവെന്താണ്, അറിയാമെന്നുള്ളതിന്റെ ഒരു തെളിവെന്താണ് പറഞ്ഞത്, അറിയാവുന്നവര് ബാബ പറയണം പറയണം, അല്ലെ. ബാബ പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞത് പോരാ. നോളജ് ഹോഗേന, അപ്പോൾ നമ്മൾ നോളജ് ഫുൾ ആയി. തും ശ്രീകൃഷ്ണ കെ മന്ദിരമേ ജായെങ്കിൽ തും സമീചേങ്കെ ഇത് സത്യയുഗ പഹല പ്രിൻസ്. നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സത്യയുഗത്തിന്റെ പ്രഥമ രാജകുമാരൻ, ലോകം കണ്ട ഏറ്റവും മഹാപുരുഷൻ, ഏറ്റവും സുന്ദരൻ, ആത്മാവിലും സുന്ദരൻ, ശരീരത്തിലും സുന്ദരൻ, സുന്ദരൻ മാത്രമല്ല സമ്പന്നനുമാണ്, ആത്മാവിലും പ്രകൃതിയിലും സമ്പന്നനാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ ഇത്ര പൂജ നടത്തുന്നത്. ഇത് നമുക്കറിയാം. അവർക്ക് എന്തറിയാം, ഇത് 12 വയസ്സിൽ കംസനെ കൊണ്ടവൻ, പിന്നെ എല്ലാത്തിനെയും തട്ടിയവൻ, ആളുന്നവരെയൊക്കെ തട്ടി, ശിശുപാലവധം, ആ വധം, ഈ വധം, അവസാനം അമ്പേറ്റു വരും. അത് അവരുടെ കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണൻ. അപ്പൊ ആരാണ് കൃഷ്ണമൂർത്തി മഹിമ പറയുന്നത്? നമ്മൾ തന്നെ. അപ്പൊ ഈ അന്ത്യം 84 ജന്മമേ ബ്രഹ്മാവ്, 84ാമത്തെ അവസാന ജന്മത്തിൽ ഈ കൃഷ്ണനാണ് ഇപ്പോൾ ബ്രഹ്മാവായിരിക്കുന്നത്. യഹ്ബി ബഹുത്ത് സംശയിക്ക് പാടി, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ ബച്ചോं को समझाते बच्चे खबरदार रहना कभी किसको दुख नहीं. ബാബ കുട്ടികളോട് പറയാണ്, കുട്ടികളെ വളരെ സൂക്ഷിക്കണം. കാര്യമൊക്കെ ശരി, ഇപ്പൊ കൃഷ്ണന്റെ അടുത്തേക്ക് ഉടനെ പോവുകയൊക്കെ ചെയ്യാം, അമ്പലത്തിൽ പോകുമ്പോൾ കാര്യവും പിടികിട്ടി, പക്ഷെ ആർക്ക് നമ്മൾ ദുഃഖം കൊടുക്കാം, അതാണ് ധാരണ. ബാബാത്തോ ദുഃഖ ഹർത്ത സുഖ കർത്ത, കാരണം നമ്മുടെ അച്ഛൻ എല്ലാവരുടെയും ദുഃഖം ഹരിച്ച് സുഖം കൊടുക്കുന്നവരാണ്. തുമ്പി 5 വികാരം കാ ദാൻ ദേത്തെ, നമ്മളും ഈ ദുഃഖം നൽകുന്ന 5 വികാരങ്ങൾ ദാനം നൽകും. ദേ ദാനവും ചൂട്ടിയ ഗ്രഹം, ദാനം നൽകിയാൽ നമ്മുടെ ആത്മാവിന്റെ ഗ്രഹപ്പഴ പോകും.
ഗ്രഹൺ ലഗത്താക്കിയത്തോ ഭക്തർ ലോക കാത്തേത്. ഈ ഗ്രഹണം നടക്കുന്ന നാളുകളിൽ ഈ യാചകർ ഇറങ്ങിയിട്ട് പറയാറുണ്ട്, നിങ്ങൾ ദാനം നൽകിയാൽ ഗ്രഹണം പോകും. അപ്പൊ ബാബ കഹത്തെ മേരെ ലാഡിനെ ബച്ചിയെ വികാരം കാ ദാൻ ദോ സർവഗുണ സമ്പന്നൻ ദേവതാ ബൻജായി. ഇപ്പോൾ ബാബ വന്നിട്ട് പറയാണ്, എന്റെ കുട്ടികളെ നിങ്ങൾ ആ വികാരങ്ങൾ എനിക്ക് ദാനം ചെയ്യുമെങ്കിൽ സർവഗുണ സമ്പന്നരും ദേവതകളുമായി മാറും. ദുഃഖ ഗ്രഹൺ छूट जाएगा. ഈ ദുഃഖത്തിന്റെ ഗ്രഹണങ്ങളെല്ലാം പോകും. തും സുഖദാം കെ മാലിക് ബൻ जाएंगे. इसलिए പാഞ്ച് വികാരം കാ ദാൻ ദിയാ ജാത്ത. നമ്മൾ സുഖദാമത്തിന്റെ അധികാരികളായി മാറും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് 5 വികാരങ്ങൾ, ആത്മാവിനെ ഇരുട്ടിലാക്കിയ വികാരങ്ങൾ ബാബയ്ക്ക് കൊടുക്കണം. ഏതോ അച്ഛാ ഒരു നല്ല കാര്യം. അഭി തുമാരെ ഊപ്പർ വികാരം കാ ഗ്രഹൺ ലഗനെ സെ ഏകദം കാലാ ബൻ പടേ. ഇപ്പോൾ നമ്മളില് ഈ വികാരങ്ങളുടെ ഗ്രഹണം ബാധിച്ചു അല്ലെ. ദ്വാപരം മുതല് ഈ വികാരങ്ങൾ കേൾക്കേറെ ബാബ എന്ന് പറഞ്ഞു ഒരു കലയുമില്ല. അത്രയും നമ്മള് അമാവാസി പോലെ കറുത്തുപോയി. ഹം തുമാരെ സെ വികാർക്കെ മാങ്കത്തെ കുച്ചിനേക്കും മാങ്കത്തെ. ഞാൻ നിങ്ങളോട് ബാബ പറഞ്ഞു, ഞാൻ നിന്നോട് ആ വികാരം മാത്രമേ യാചിക്കൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ബാബ സമച്ചാത്തെ അബദ്ധം ബച്ചംകോ ആത്മാ അഭിമാനി ബൻ. ബാബ പറയാണ്, കുട്ടികളെ ഈ സമയത്ത് നമ്മൾ ആരായി മാറണം? ആത്മാ അഭിമാനി. ഞാൻ എന്ന് പറയുമ്പോൾ അനശ്വരമായ ആത്മാ. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് മാത്രമേ നമുക്ക് അഭ്യാസം. അത് നിരന്തരമായി ആത്മാഭിമാനിയാണ്. മേം ആത്മാവും പരമാത്മാക്കോ യാത് കർ. ഞാൻ ആത്മാവാണ്, എനിക്ക് പരമാത്മാവിനെ ഓർമ്മിക്കും. വർഷ ഉത്സേ ലേനാഹി ഇസ്ലിയെ ദേഹി അഭിമാനി വരും. സമ്പത്ത് പരമാത്മാവിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് ദേഹി അഭിമാനിയായി മാറും. ദേവതായും ആത്മാ അഭിമാനി ബനിക്ക്. ദേവതകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാ അഭിമാനികൾ. ദേവതകൾ വാമമാർഗത്തേക്ക് തിരിഞ്ഞ് മനുഷ്യരാണ്. ദേവതകൾ ദേഹബോധത്തിലേക്ക് വന്നപ്പോഴാണ് മനുഷ്യർ വിളിക്കാൻ പറ്റും. ഇനി മനുഷ്യര് ദേവതയാകണമെങ്കിൽ അവരോട് വേറെ പരീക്ഷിക്കാൻ പോകേണ്ട കാര്യമില്ല, ആത്മാഭിമാനി ആകണം. അപ്പൊ മുച്ച് ബാക്കോ യാത് കർണേസേഹി തുമാരെ പാപ ഭസ്മം. ഈ ആത്മാവ് എങ്ങനെ ദേഹാഭിമാനിയായി? സ്വയം ദേഹമാണെന്ന് മനസ്സിലാക്കി പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ ദേഹധാരികളുമായിട്ട് ബന്ധം വെച്ച് ദേഹങ്ങളെ ഓർമ്മിച്ച് പരിഹരിക്കും. ഇനി എന്താ പരിഹാരം? ഈ ദേഹധാരികളുടെ ഇടയിൽ ഇപ്പോൾ ബാബ പറയാണ്, പരമാത്മാവായ എന്നെ തന്നെ ഓർമ്മിച്ച് ആകണം. ഹം രക്ഷാ കരയെങ്കിൽ ബാബ ഉറപ്പ് പറയാണ്, ഞാൻ നിന്നെ രക്ഷിക്കും. മുझे യാദ് ഹി നഹീം കരയെങ്കിൽ തോ രക്ഷാ. നീ എന്നെ ഓർമ്മിക്കുന്ന പോലുമില്ല, പിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ബാബ കിത്തന സമച്ചാത്തെ ഏത് ബാത്തെ ഈ ശാസ്ത്രമിനെയും ബാബ എത്രയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഒരു പുരാണത്തിലും ഇല്ല. വഹിഹെ ഭക്തിമാർഗിക്ക് സാമഗ്രി, അതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ബാബത്ത് തുമേം സദ്ഗതിയുമേ ലാജാനിക്കിറിയ പെടാത്തത്. ബാബ പറയാണ്, സദ്ഗതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മേം ഈ ശരീർ ദ്വാര തുമക്കോ സമച്ചാത്താകും. ഞാൻ ബ്രഹ്മാവിന്റെ ദേഹത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കാണ്. ഏഹ് മേരാ ശരീർ നഹി. അല്ലെ, എന്നെ ഓർമ്മിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്ന വല്ലവരുടെ ശരീരത്തിനെ ഓർമ്മിക്കുന്നത് ഇത് എന്റെ ശരീരമേ അല്ലെ. കഴിഞ്ഞ ദിവസം ബാബ എന്താ പറഞ്ഞു? ഞാൻ ആരെയും കാലം പിടിക്കാം, എനിക്ക് കാലമില്ല, ഞാൻ എങ്ങനെ. ഇന്നലെ ബാബ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളിൽ കൂടെ പണിയെടുപ്പിക്കും അല്ലെ. കർമ്മയോഗത്തിന്റെ കലയെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. എന്താ ബാബ പറഞ്ഞത്? കൈകൾ നിങ്ങളുടെ അല്ലെ, ശക്തി ഞാനാണ്. ഞാൻ നമ്മുടെ കൈകൾ ഉപയോഗിച്ച്, നമ്മുടെ വായു ഉപയോഗിച്ച്, നമ്മുടെ ശരീരം ഉപയോഗിച്ച് ബാബ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാബ പറയുന്നത് ബാബയുടെ ഓർമ്മ നമുക്ക് ഭാരം ഉണ്ടാവില്ല. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും സഫലമായിട്ടും ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഭാരത്തെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. ഭാരത എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ പ്രാക്ടീസിൽ വേണ്ടി വരും. ബാബ പറയാണ്, ഇത് എന്റെ ശരീരമൊന്നുമല്ല, എനിക്ക് ശരീരമില്ല, ഇതൊരു പഴയ ചെരുപ്പാണ്, ഇത് ഞാൻ കടമെടുത്തു. മേം എന്മേം പ്രവേശ് കർത്താവും ഒരു പാവൻ. ഞാൻ ഇതിലൊന്ന് പ്രവേശിച്ച് ഇയാളെയും നമ്മളെ പാവനമാക്കാൻ പഠിപ്പിക്കും. ഇത്തര അച്ഛ രീതി ബാബ ശ്രമിച്ചാൽ എത്ര നല്ല രീതിയിലാണ് ബാബ പഠിപ്പിക്കുന്നത്. അച്ഛ मीठे मीठे सिखिल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों से, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. പഠിത്തത്തിലൂടെ വിശ്വത്തിന്റെ രാജപദവി നേടണം. ആത്മാവിൽ കറകൾ പിടിച്ചിരിക്കുന്നത് യോഗ അഗ്നിയിലൂടെ ഇല്ലാതെയാക്കണം. ആത്മാ അഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കണം. എത്രമാത്രം നമുക്ക് ബാബയുടെ ഓർമ്മയുണ്ട്, അത്രയും ബാബയിൽ നിന്നും രക്ഷ. ഒരു കാര്യത്തെ കുറിച്ച് ബാബ എന്താ പറഞ്ഞത്? ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ബാബ പറഞ്ഞു, എന്നെ ഓർമ്മിച്ചാൽ മതി, ബാക്കി ഞാൻ ചിന്തിച്ചു. എന്തുകൊണ്ട്? ബാബ നമ്മളെ കൊണ്ട് ഓർമ്മിച്ചു. ഇന്നത്തെ വരദാനം, മേരെ മേരെ കോ തേരേമേം പരിവർത്തൻ കർ ശ്രേഷ്ഠ മഞ്ജിൽ കോ പ്രാപ്ത കർണേ വാലെ നഷ്ടോ മോഹ ഭവ. എന്റെ എന്നതിനെ നിന്റേതിലേക്ക് പരിവർത്തനം ചെയ്ത് ശ്രേഷ്ഠ ലക്ഷ്യം പ്രാപ്തമാക്കുന്ന നഷ്ടോ മോഹയായി ഭവിക്കൂ. എന്റെ എന്നതിനെ നിന്റേതിലേക്ക് പരിവർത്തനം ചെയ്ത് ശ്രേഷ്ഠ ലക്ഷ്യം പ്രാപ്തമാക്കുന്ന നഷ്ടോ മോഹയായി ഭവിക്കൂ.
ജഹാ മേരാപ്പൻ ഹോത്ത വഹാം ഹൽച്ചൽ. എവിടെ എന്റെയുണ്ട് അവിടെ കുഴപ്പങ്ങളുണ്ട്, കുലുക്കങ്ങളുണ്ട്. മേരി രചന, മേരി ദുഃഖാൻ, മേരി പൈസ, മേരാ ഘർ. യഹ് മേരാപ്പൻ തോടാബി കിനാരെ രഹാഹിത്വം മഞ്ചിൽ കാ കിനാര. എന്റെ കുട്ടികൾ അല്ലെങ്കിൽ എന്റെ രചന, എന്റെ കട, എന്റെ പൈസ, എന്റെ വീട്, എന്റെ വിദ്യാരംഭം, ഇങ്ങനെയൊക്കെ ഈ എന്റെ ഭാവ കുറച്ച് അടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവ പറയണം ഈ ലക്ഷ്യം കുറച്ച് ദൂരെയായി. അല്ലെ, കേൾക്കുന്നില്ല? എന്റെ വീട്, എന്റെ മക്കള് US വരുമ്പോ ഞാൻ ഭാവി, പിന്നെ എന്റെ വിദ്യാരംഭം, എനിക്ക് അവിടെ കുറെ കടങ്ങളുണ്ട്, എന്റെ പൈസ, എനിക്ക് അവിടെ കട തുറക്കും. വേറെ എന്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവ പറഞ്ഞു അത് ഇതിരാകും. ശ്രേഷ്ഠ मंजिल को प्राप्त करने के लिए मेरे को तेरे में परिवर्तन कर. ആ ശ്രേഷ്ഠ ലക്ഷ്യം പ്രാപ്തമാക്കണമെങ്കിൽ ഭായി നോക്കണം വിദ്യാരംഭമില്ല. അപ്പൊ ബാബു പറയാണ് ഈ ശ്രേഷ്ഠ ലക്ഷ്യം പ്രാപ്തമാക്കണമെങ്കിൽ എന്റേതിനെ നിന്റേതിലേക്ക് പരിവർത്തനം. ഒന്നും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു മൺതരി പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതുക്കാ മേരാ നഹി ബേഹത്തുക്കാ മേര. ഇനി എന്റെ വേണം, അവരുടെ പരിധിയുള്ള ഒന്നും എന്റെ വെക്കരുത്, എല്ലാം എന്റെ എന്ന് വെച്ചോ, പ്രശ്നം തീർന്നു. എല്ലാം എന്റെ. അപ്പുറത്തെ വിദ്യാരംഭം കടയിൽ എന്റെയാണ്, ഇത് പ്രശ്നം തീർന്നു. ഇനി മത്സരത്തിന് നിങ്ങളും നന്നാവും, ഞാനും നന്നാവും. നമ്മുടെ ഇന്ത്യ ഇപ്പോഴും പറയുന്നത് എന്താ, എല്ലാ രാജ്യങ്ങളും നന്നാവും, ഇത് നമ്മുടെ മെക്കെട്ട് തരാൻ സമ്മതിക്കണം, ഞങ്ങൾക്ക് നന്നാവും. ഇതായിരിക്കണം വഹേ മേരാ ബാബ. ബാബ പറയണം ഈ പരിധി ഇല്ലാത്തവർ എന്റെയാണ്, അത് മേരാ ബാബ, എന്റെ ബാബ. बाबा की स्मृति और ड्रामा के ज्ञान से नथिंग की अजल स्थिति रहेगी और നഷ്ടവുമാകാൻ പറ്റായി. ബാബയുടെ സ്മൃതിയും ഡ്രാമയുടെ ജ്ഞാനം കരുതുന്നെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ബാബായിന്ന് മാത്രം ചിലപ്പോൾ പിടിച്ചു വെക്കാൻ പറ്റും. ബാബ കഴിഞ്ഞ കൽപ്പത്തിൽ ഡ്രാമയിലുള്ള കാര്യം നത്തിങ്, അത് കഴിഞ്ഞ കൽപ്പത്തിൽ കഴിഞ്ഞ കൽപ്പത്തിൽ നമ്മൾ കടന്നുപോയി. ഞാൻ ഇത്രയും ബാബയെ പിടിച്ചിട്ടും ഒന്നും എന്റെ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്താ വരുന്നത്? ബാബ അത് ഡ്രാമയിലുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാബ പറഞ്ഞു നത്തിങ് ന്യൂ. അങ്ങനെ അചഞ്ചല സ്ഥിതിയിൽ കഴിയുമ്പോൾ നഷ്ടം. എന്റെ കുട്ടി ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി ആദ്യത്തെ കുട്ടി മരിച്ചു, ഭയങ്കര പ്രശ്നമായി. ബാബയുടെ കുട്ടി, അപ്പൊ രണ്ടാമത്തെ കുട്ടി, അതെന്താ? ഞാൻ ബാബയുടെ കുട്ടിയായി എന്നിട്ട് എനിക്ക് എന്തിനെ ദുഃഖം വന്നു? രാമയിലാണ് ഒന്നുകൂടി ബലപ്പെടുത്താനായി, അതുകൊണ്ട് ബലപ്പെടുത്തുക. അപ്പൊ ബാബ പറയണം എന്ത് വന്നാലും നത്തിങ് എന്ന് വിചാരിച്ചു. ബാബയെ കിട്ടിയെന്ന് വിചാരിച്ച നമ്മുടെ കർമ്മത്തിന്റെ കണക്കുകൾ തീരുന്നതായിരിക്കും. പിന്നെ നിന്നെ ബാബയെ കിട്ടിയത് അതുകൊണ്ട് ഞാനുള്ളത്. സ്ലോഗൻ സച്ചേ സേവാദേരി ബൻ നിസ്വാർത്ഥ സേവ കർത്തെ ചലതു സേവ ഫൽ സദഹി മിൽത്താ. സത്യമായ സേവാധാരിയെ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ട് അങ്ങ് പോയി സേവനത്തിന്റെ ഫലം താനേ കിട്ടും. ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട, സേവ ചെയ്ത് അങ്ങ് പോയിക്കൊള്ളുക. അപ്പൊ ബാബ പറഞ്ഞു ഫലം താനേ വന്നു. അപ്പൊ ഇന്ന് ബാബ ഇതാണ് പഠിപ്പിച്ചത്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈശ്വരന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ പാവനമായി മാറി പാവന ലോകത്തിന്റെ സമ്പത്ത് നേടണം. ഇത് അന്തിമ സമയമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പവിത്രം. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ഈ സമയത്ത് മനുഷ്യര് ഒരു ഒട്ടക പക്ഷികളെ പോലെയാണ്. ബാബ അവരോട് ഭാരം ചോക്കാൻ പറഞ്ഞാൽ പറയും പക്ഷിയാണെന്ന് പറയും, എന്നാൽ പറക്കാൻ പറഞ്ഞാൽ പറയും ഞാൻ ഒട്ടകമാണെന്ന് പറയും. അതേപോലെ നിങ്ങൾ എന്തുകൊണ്ട് ദേവത എന്ന് പറയുന്നില്ല? അതായത് നമ്മൾ പതിതരാണ്, അത് പറയാൻ കൊള്ളത്തില്ല. ശരി, അത് നിങ്ങൾ പാവനമാകാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ സമയം. ബാബ പറയാം എന്റെ കുട്ടികൾ ഒട്ടക പക്ഷി പോലെ ആകരുത്. ഈ കൽപ്പത്തിന്റെ അവസാന സമയത്ത് മാത്രമേ ബാബ വരുള്ളൂ. ആ സമയത്തെ ബാബയ്ക്ക് വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാൽ പതിത പാവനൻ എന്ന് പറയുമ്പോൾ പതിത ലോകത്തെ ഇല്ലാണ്ട് പാവന ലോകം സ്ഥാപിക്കണമെങ്കിൽ പതിത ലോകത്തിന്റെ അവസാനം മാത്രമേ അത് സാധിക്കുള്ളൂ. ആ സമയത്താണ് ബാബ വരുന്നത്. ആ സമയത്ത് ബാബ രാജരൂപം പഠിപ്പിക്കും. അങ്ങനെ ജനിക്കാത്ത ഒരാൾ വന്നു എന്ന് പലർക്കും അറിയാം, പക്ഷെ അത് എന്താന്ന് പിടികിട്ടാത്തത് കൊണ്ടാണ് അവർ ശ്രീകൃഷ്ണൻ ഭഗവാനാക്കിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ സത്യത്തിലെ രാജകുമാരനാണ്. ശ്രീകൃഷ്ണൻ അതീവ സുന്ദരനാണ്, ആത്മാവിലും ശരീരത്തിലും ബാഹ്യലോകത്തിലും അതീവ സുന്ദരനാണ്. പക്ഷെ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് ശ്യാമനായി, കർത്തവനായി. അതുകൊണ്ടാണ് കൃഷ്ണൻ ശ്യാമസുന്ദര എന്ന് വിളിക്കുന്നത്. ആ ശ്യാമനെ സുന്ദരനാക്കിയത് കൊണ്ടാണ് ബാബയെ പതിത പാവനാക്കി വിളിക്കുന്നത്. കൃഷ്ണന്റെ കൂടെ ഉള്ള എല്ലാവരും, അതായത് ആ കൃഷ്ണധർമ്മത്തിൽപ്പെട്ട എല്ലാവരും ഈ സമയത്ത് പതിതമാണ്. അവരെല്ലാം പാവനമാക്കും. പാവനമാകണമെങ്കിൽ ബാബു പറഞ്ഞു ഗോൾഡൻ, സിൽവർ, കോപ്പർ, അയൺ ഇത് മനസ്സിലാക്കി അയണിൽ നിന്ന് വീണ്ടും ഗോൾഡിലേക്ക് പോകണം. ബാബു അങ്ങനെ ഗോൾഡിലേക്ക് പോകണമെങ്കിൽ നിരന്തരം ബാബയുടെ ഓർമ്മയാകുന്ന ഒരു ചൂളയിൽ നമ്മൾ ഇരുന്ന് നമ്മുടെ ആത്മാവിന്റെ കറകൾ കത്തിച്ചു കളയുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. ബാബ പറഞ്ഞു വളരെ ലളിതമായി ഏറ്റവും നന്നായാണ് ബാബ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് കുട്ടികളാണ്. അതിൽ ബാബ പറഞ്ഞു കുറവ് സംഭവിക്കുന്നത് അല്ലെ. ബാബ പറഞ്ഞു എത്രയോ ഗ്രഹണങ്ങളാണ് നമ്മുടെ ആത്മാവിൽ പിടിച്ചിരിക്കുന്നത്. അത് പോകണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, അത് ദാനം ചെയ്യണം. 5 വികാരങ്ങൾ ബാബയ്ക്ക് ദാനം ചെയ്യണം. ബാബ ദുഃഖഹർത്ത സുഖകർത്താവായതുകൊണ്ട്
അവയെ പോലെ കുട്ടികളും ആർക്കും എല്ലാ പ്രശ്നങ്ങളും കാരണം എന്റേതിനെ നിന്റേതാക്കി പരിവർത്തനപ്പെടുത്തുമ്പോൾ എല്ലാ കോലാഹലങ്ങളിൽ നിന്നും നമ്മൾ മുക്തമായി നഷ്ടമോഹയുടെ ലക്ഷ്യത്തിൽ നമ്മൾ സത്യമായ സേവാധാരിയായി നമ്മൾ അത് സേവ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാബ പറയാണ് ആ സേവനത്തിന്റെ ഫലം ആത്മാവിൽ തന്നെ നമുക്ക് 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് ഒരു ഹോസ്പിറ്റലിലാണ്, സർവീസ് ഹോസ്പിറ്റലിലും, പിന്നെ ഒന്ന് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ കോഴ്സിലാണ്. അപ്പോ രാവിലെ നേരത്തെ 8 മണിക്ക് കറക്റ്റ് അവിടെ സമയമായി എല്ലാവരും